റസിയാസ് റസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോളയാണ്, പൈനാപ്പിൾ വെച്ചുള്ള പോള. ഇന്നലെയും ഞാനൊരു പോളയായിരുന്നു ചെയ്തത്, ക്യാരറ്റ് പോള. ഒരു സുന്ദരി പോളയായിരുന്നു അത്. ഇന്നത്തേത് ഒരു മൊഞ്ചത്തി പോളയാണ്. ഞാൻ തന്നെ കൊടുക്കുന്നതാണ് ഈ പേരുകളെല്ലാം. ഇനി അടുത്തതും ഒരു പോളയായിരിക്കും, ഓമനപ്പോള. അങ്ങനെ ഒരുപാട് പോളകളുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പൈനാപ്പിൾ പോളയ്ക്ക് ആദ്യമായിട്ട് വേണ്ടത് പൈനാപ്പിളാണല്ലോ. ഒരു പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ്. അതിന് 1/4 ഭാഗം ഞാൻ വലുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ഭാഗം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പോള ഉണ്ടാക്കിയതിന് ശേഷം അതിന് മേലെ ഒന്ന് വേവിക്കണം. അത് ഞാൻ കാണിക്കാം. മേലെ ഒന്ന് അലങ്കരിച്ച്, അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും, കഴിക്കാനൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ 1/4 ഭാഗം ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ അളന്നെടുത്തതാണ്, 5 ടേബിൾ സ്പൂൺ. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. അപ്പോൾ നമുക്ക് ഈ മൊഞ്ചത്തി പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണം. നമുക്ക് ആദ്യം ഈ പൈനാപ്പിൾ വേവിച്ചെടുക്കണം. അത് നമുക്ക് ഈ കുക്കറിൽ ചേർത്തി കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ഞാൻ ചേർക്കുന്നു. പിന്നെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു വിസിലിട്ടിട്ട് വേവിക്കാം. അത് വേവുമ്പോഴേക്കും നമുക്ക് ഇത് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് വിളയിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നന്നായി വിളഞ്ഞ്, പഞ്ചസാരയിൽ നല്ല വിളഞ്ഞ് നല്ല വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. പൈനാപ്പിൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അതിനുശേഷം നമുക്കൊന്ന് മിക്സിയിലടിക്കാം. നമുക്കിനി ഈ വേവിച്ച പൈനാപ്പിൾ മിക്സിയിൽ ചേർത്ത് അടിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കണം. പഞ്ചസാര ചേർത്ത് പൈനാപ്പിളിലെ വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ട് ഇതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതോടുകൂടി തന്നെ അടിച്ചെടുക്കണം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുട്ടയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർക്കണം. 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മൈദ. ഇതിൽ മുട്ട, 5 മുട്ടയും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. ഇതിൽ മധുരം കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. ഇനി മിക്സിയിലൊന്ന് അടിക്കാം. മിക്സിയിൽ എല്ലാം ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കളറ് പാൽപ്പൊടിയും മൈദയിൽ വന്നപ്പോൾ കളറൊന്ന് കുറച്ച് ഡിമ്മായിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി യെല്ലോ കളർ ചേർക്കാം. ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക്
നോൺ സ്റ്റിക്ക് പാത്രത്തിലൊഴിച്ച് വേവിച്ചെടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് വേണം നമുക്കിതിൽ ഒഴിക്കാൻ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടൊഴിക്കാം. തീ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് മൂടി വേവിച്ചെടുക്കാൻ. ഒരു 20 മിനിറ്റ് വേണ്ടി വരും ഇത് വെന്ത് വരാൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അടിയിൽ എന്തെങ്കിലും ഒരു കനമുള്ള ദോശക്കല്ലോ അല്ലെങ്കിൽ വേറെ ഒരു പഴയ തളികയോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ വെച്ചാൽ അടി കരിയാതെ കിട്ടും. ഞാൻ കുറച്ച് കട്ടിയുള്ള ചെമ്പാണിത്. അതുകൊണ്ട് ഞാൻ ചെറിയ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. 20 മിനിറ്റായി. നമുക്കിത് തുറന്ന് നോക്കാം. ഇതായിട്ടുണ്ട്. ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഉൾഭാഗം വന്നിട്ടുണ്ടോയെന്ന് നോക്കാം. കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് ഈ പാത്രത്തിൽ മറ്റൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് ഇളക്കിയെടുക്കാൻ. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. പൈനാപ്പിളിൻ്റെ ആ ഒരു പുളിയും പഞ്ചസാര ചേർത്ത് പുളിയും പൈനാപ്പിളിൻ്റെ ആ പുളിയും പൈനാപ്പിളിൻ്റെ മധുരവും പിന്നെ നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ മധുരം എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റിയാണിത്. പൈനാപ്പിൾ പോള, ഇതിൻ്റെ മൊഞ്ചത്തി പോള എന്ന് ഞാനിട്ട പേരാണ്. എനിക്ക് ഓരോ പോളക്കും ഞാൻ എൻ്റെ സ്വന്തമായ ഒരു പേരുണ്ട്. സുന്ദരിപ്പോള, പൈനാപ്പിൾ പോള, ഓമനപ്പോള, അങ്ങനെ കുറേ നല്ല നല്ല പേരുകൾ ഞാൻ ഇതിനോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ട് അതിന് എൻ്റെ സ്വന്തമായ ഓരോ പേരുകൾ ഞാൻ ഇട്ട് കൊടുക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് എളുപ്പമാണ്, അത്ര പ്രയാസമൊന്നുമില്ല. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ നന്നായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യണം.